മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ വാർത്ത എല്ലാവരും ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ മോഹൻലാൽ ആഗ്രഹിച്ചൊരു വിജയം നേടിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ രജപുത്ര ഫിലിംസിൻ്റെ പ്രൊഡക്ഷനിൽ തന്നെ പുറത്തിറങ്ങിയ ഈ ചിത്രമായ തുടരും ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഏറ്റെടുക്കുന്ന ഈ ചിത്രത്തിൻ്റെ എല്ലാ പ്രത്യേകതയും സോഷ്യൽ മീഡിയയിലും വൈറലാണ്. ആരാധകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുകയാണ്. കാരണം ഇപ്പോൾ മോഹൻലാൽ ആ സന്തോഷ വാർത്ത മമ്മൂട്ടിയെ വിളിച്ച് പറയുകയും മമ്മൂട്ടി ആരാധകർ അത് സന്തോഷമാക്കുകയും ചെയ്യുകയാണ്. മമ്മൂട്ടിക്ക് വയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് മോഹൻലാൽ തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. അദ്ദേഹത്തിന് എന്താവശ്യമുണ്ടെങ്കിലും മോഹൻലാലിനെയാണ് ആദ്യം വിളിക്കുകയും അല്ലെങ്കിൽ മോഹൻലാലാണ് അവിടെ ആദ്യം എത്തുക. അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകർ പ്രത്യേകമായി ശ്രദ്ധിക്കാറുണ്ട്. തൻ്റെ സിനിമ വിജയത്തിലേക്ക് എത്തിയപ്പോൾ മോഹൻലാൽ മമ്മൂട്ടിയെ വിളിച്ചു, ആ സന്തോഷം അറിയിച്ചു. മമ്മൂട്ടിക്കും അത് കേട്ടപ്പോൾ സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ വിജയം തന്നെ മമ്മൂട്ടിയെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം. ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് മടങ്ങിയെത്തിയപ്പോഴായിരുന്നു വീണ്ടും ഇപ്പോൾ ചില ആവശ്യങ്ങൾക്കായി തന്നെ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് മോഹൻലാലിൻ്റെ ഈ ചിത്രം ഇപ്പോൾ വിജയം നേടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. അത് മമ്മൂട്ടിക്കും സന്തോഷമായി കാണും. ആ സന്തോഷത്തിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ മമ്മൂട്ടിയെ വിളിച്ചിട്ടുണ്ടാവുക. അത് പ്രേക്ഷകർക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ തന്നെയാണ് വളരെയധികം ഇഷ്ടവും പ്രയാസവും ഒക്കെ. മമ്മൂട്ടി ഈ ഒരു അവസ്ഥയിലും മോഹൻലാലിൻ്റെ ആ സന്തോഷത്തിന് ഒപ്പം നിൽക്കുന്നു. മമ്മൂട്ടിയെ മറന്നില്ല മോഹൻലാൽ. ഒരിക്കലും മമ്മൂട്ടിക്ക് മോഹൻലാലിനെ മറക്കാൻ സാധിക്കില്ല. അതങ്ങനെ തന്നെയാണ്. എത്രമാത്രം പറഞ്ഞാലും ആ വാക്കുകൾ അങ്ങനെ തന്നെയായിരിക്കും. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാക്കുകൾ തന്നെയായിരിക്കും. പ്രേക്ഷകർക്കുൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണത്. മമ്മൂട്ടിയും മോഹൻലാലും എന്നും ഒന്ന് തന്നെയാണ്, രണ്ടല്ല. ഒരിക്കലും അവർ അങ്ങനെ കണ്ടിട്ടില്ല. അവർ പരസ്പരം മത്സരം കഴിച്ചിട്ടില്ല. അവരുടെ ആരാധകർ തമ്മിലടിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ എപ്പോഴേക്കോ അവരുടെ ആരാധകർ തമ്മിലടിക്കാൻ തുടങ്ങി. പിന്നീട് വലിയ പ്രശ്നങ്ങളായി മാറുകയായിരുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. ആരാധകർക്ക് വളരെയധികം സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത കേൾക്കുമ്പോൾ. മമ്മൂട്ടിക്ക് അത് സന്തോഷമായി എന്ന് കേട്ടപ്പോൾ തന്നെ വളരെയധികം നന്ദിയുണ്ട് എന്ന് പറയുന്നുണ്ട്. കുറേയധികം നാളുകളായി മോഹൻലാലിൻ്റെ ഒരു ഹിറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി എന്ന് തന്നെ പറയാം. മോഹൻലാൽ കരയുന്നത് അല്ലെങ്കിൽ ഇമോഷണൽ സീൻ അഭിനയിക്കുന്നതിനോട് വളരെയധികം താല്പര്യമാണ് മലയാളി പ്രേക്ഷകർക്ക്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഫാമിലി മാൻ റോളിൽ വരുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ്. അങ്ങനെ റോളിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതാണ് മറ്റൊരു സന്തോഷം. ആ സന്തോഷം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആരാധകർക്ക് ആ സന്തോഷം പങ്കുവച്ചതിലും ഏറ്റുവെച്ചതിലും ഒരുപാട് കാര്യങ്ങൾ പറയാനും സംസാരിക്കാനുമുണ്ട്. അവരതെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അവരുടെ ഇഷ്ടവും അവർക്ക് പറയാൻ താല്പര്യമുള്ള കാര്യങ്ങളുമെല്ലാം ഇങ്ങനെ പറയുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.